നമ്മൾ മഴക്കാലമായതുകൊണ്ട് കുറച്ച് രോഗികളുടെ എണ്ണവും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങൾ കൂടി വരികയാണ്. ഇന്നിപ്പം നമ്മുടെ CSC ഇരുവേരിയിൽ ഒരു 580ഓളം ആൾക്കാരാണ് ഇന്ന് ചികിത്സയ്ക്കായിട്ട് എത്തിയത്. അതിൽ ഒരു 60-70 ആൾക്കാർ വീണ്ടും റിപ്പീറ്റായിട്ട് വന്നതാണ്. പുതിയ ആൾക്കാർ അതിന് താഴെയുള്ള ആൾക്കാരാണുള്ളത്. അപ്പം പൊതുവെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മഴക്കാലമായതുകൊണ്ട് തന്നെ പനി തന്നെ പല രീതിയിലുള്ള പനിയുണ്ട്. കാര്യം നമ്മൾ പനി എല്ലാത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണല്ലോ. അപ്പോൾ പനി എന്ത് പനിയും ആവാം. നമ്മൾ ഡെങ്കിപ്പനിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ എലിപ്പനിയുണ്ട്, അതുപോലെ പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ പനിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വൈറൽ ഫീവർ, സാധാരണ കോമൺ ആയിട്ട് വരുന്ന വൈറൽ ഫീവറും ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലമായതിനാൽ തന്നെ എലിപ്പനി വരാനും ഈ റോഡുകളിലെല്ലാം ഒരുപാട് അഴുക്ക് വെള്ളമെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എലിപ്പനി വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മലിനജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഡോക്സിസൈക്ലിൻ എന്നുള്ള ടാബ്ലറ്റ് ഉണ്ട്. അത് ആഴ്ചയിൽ 2 ഗുളിക വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ എലിപ്പനി വരാതെ പ്രതിരോധത്തിനായിട്ടത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ഇതിലെല്ലാം പോകുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്, തൊഴിലുറപ്പുകാർ. അതുമല്ലാതെ ഈ മലിനജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഈ ഡോക്സിസൈക്ലിൻ ഗുളികയ്ക്കായിട്ട് നമ്മൾ CSCയിൽ വന്നു കഴിഞ്ഞാൽ തരുന്നതാണ്. അത് നമ്മൾ പ്രതിരോധ മാർഗമായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഡെങ്കിപ്പനിക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ വീട് ശുചിത്വമായിട്ട് കൊതുക് വളരാൻ ഇടയുള്ള സ്ഥലങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് തന്നെ. നമ്മൾ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും തന്നെയാണ് എല്ലാ പനികളും വരാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെ കുറച്ച് മഞ്ഞപ്പിത്തം കാണുന്നുണ്ട്. ഈ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ഒരു രോഗലക്ഷണമാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന മഞ്ഞപ്പിത്തം വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. അപ്പോൾ അത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയും. അത് പകരുന്നത് വെള്ളത്തിലൂടെയാണ്. അപ്പം ഇവിടെ കുറച്ച് രോഗബാധിതരുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് വരാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ അതിന് ഈ മഞ്ഞപ്പിത്തം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളതാണ്. കാര്യം തിളപ്പിക്കാത്ത പച്ചവെള്ളത്തിൽ കൂടിയാണ് കൂടുതലായിട്ട് കണ്ടത്. ഇപ്പം ഈ അടുത്ത് ഇവിടെ ഒരു കല്യാണമായിട്ട് പിന്നെ അതിൻ്റെ സൽക്കാരമായിട്ട് ബന്ധപ്പെട്ട് പോയ ആൾക്കാരിലാണ് കൂടുതലും വന്നത്. ആൾക്കാർ തന്നെയാണെങ്കിലും ജ്യൂസ് കഴിച്ച ആൾക്കാരാണ്. നമ്മൾ കൂടുതലായിട്ട് മഞ്ഞപ്പിത്തം കണ്ടുവരുന്നത് ജ്യൂസിലാണെങ്കിലും ഷേക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഐസ്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളിതിന് വേണ്ട പ്രതിരോധം. പിന്നെ നമ്മൾ പനിയെല്ലാം വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാതെ ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കുക. അത് ഏത് തരം പനി വേണമെങ്കിലും ആകും. അപ്പം അതുകൊണ്ട് നമ്മൾ വ്യക്തിശുചിത്വം, പിന്നെ ഈ മഞ്ഞപ്പിത്തം വന്ന ആൾക്കാരാണെങ്കിൽ ആ രോഗബാധിതരെ പിന്നെ മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവാതെയും അവരുടെ വ്യക്തിശുചിത്വം നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലാറ്റിനിലെല്ലാം പോയി കഴിഞ്ഞാൽ കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഏത് ഹോട്ടലിലൊക്കെ ആണെങ്കിലും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം, അതായത് തിളപ്പിച്ച വെള്ളം, കൂടുതലും പച്ചവെള്ളം ഈ ഒരു അവസ്ഥയിൽ തണുത്ത വെള്ളമോ ജ്യൂസോ ഒന്നും വാങ്ങി കഴിക്കാതിരിക്കുക. വീടുകളിലാണെങ്കിൽ സുരക്ഷിതമായിട്ട് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രതിരോധമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാട് രോഗങ്ങൾ ഇപ്പം നമ്മുടെ ഈ ഏരിയയിൽ തന്നെ നമ്മൾ മഞ്ഞപ്പിത്തം വരുന്നുണ്ട്. അപ്പോൾ വന്നത് നമ്മളിവിടെ അല്ല, ശരിക്കും ഇപ്പം നമ്മളിവിടെ നോക്കിയിട്ട് ഇവിടെ ഒരു സോഴ്സ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ കണ്ട കേസുകളിൽ നിന്ന് ഇനി വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക. പുറത്തൊന്നും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് അധികം സമ്പർക്കത്തിൽ പോകാതിരിക്കുക. പിന്നെ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ച് കല്യാണ ഫംഗ്ഷനോ അല്ലെങ്കിൽ സൽക്കാരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിവതും ഈ കൂൾ ഡ്രിങ്ക്സുകളൊന്നും കൊടുക്കാതിരിക്കുക. പിന്നെ തിളപ്പിച്ച പാനീയങ്ങൾ മാത്രം കൊടുക്കാന്നുള്ള. ഇപ്പം നമ്മൾ ഇപ്പം ഈ മഴ സമയത്താണെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള എല്ലാം ഒഴിവാക്കിയിട്ട് ചൂടുള്ള സാധനങ്ങൾ, തിളപ്പിച്ചിട്ടുള്ള ചായയോ കാപ്പിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഒരു പനി വന്നാൽ അത് ഏത് പനി വേണമെങ്കിലും ആവാം. അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ കുറേ രോഗങ്ങളൊന്നും വരാതെ നോക്കാം. പിന്നെ സാധാരണ വൈറൽ ഫീവർ നല്ല രീതിയിൽ പനി ഉണ്ടാവും. അതിന് റെസ്റ്റ് എടുക്കുക, നല്ലതായിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. റെസ്റ്റ് എടുത്ത് വീട്ടിൽ തന്നെ, കാര്യം ആ വൈറൽ ഫീവർ പകരുന്നതായതുകൊണ്ട് അധികം ആൾക്കാരുമായിട്ട് സമ്പർക്കത്തിൽ പോകാതെ പറ്റുമെങ്കിൽ മാസ്ക് ഇടുക. ഒരാൾ പനിയുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് പനി വരാം. അപ്പോൾ മാസ്ക് ഇട്ടിട്ട് ആ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്ത് കഴിവതും പിന്നെ പനി വന്നു കഴിഞ്ഞാൽ വന്ന് കാണിച്ചിട്ട് അതിൻ്റെ ചികിത്സ തേടുക എന്നുള്ളതാണ്. അപ്പോൾ പ്രതിരോധത്തിനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.